പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസീന, എന്നോടൊപ്പം അതുൽ. നമുക്ക് ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെ മുഖ്യ വാർത്തകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പം ആദ്യത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ നെടുമങ്ങാട് വെച്ചുണ്ടായ കുഞ്ഞിൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മരണം തന്നെയാണ്. അതായത് ആ കുഞ്ഞു ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ചോറ് തൊണ്ടയിൽ കുടുങ്ങിയെന്ന കാരണം കൊണ്ടാണ് ആ കുഞ്ഞിനെ ആദ്യമേ ആശുപത്രിയിൽ കൊണ്ടുവന്നതല്ലേ. പക്ഷേ പിന്നീട് നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് അറിഞ്ഞത് കുഞ്ഞ് അല്ലെങ്കിൽ ക്രൂരമായ ഗാർഹിക പീഡനം അല്ലെങ്കിൽ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നു എന്ന് അറിഞ്ഞത് അതിനുശേഷമാണ്. ഏകദേശം കുഞ്ഞിൻ്റെ ശരീരത്തിൽ 51 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. അതായത് വെറും 1.5 വയസ്സിനിടെ കുഞ്ഞ് അർഷിദ് അനുഭവിച്ചത് മനസാക്ഷി ഞെട്ടിക്കുന്ന കൊടും ക്രൂരതകളാണ്. പോലീസ് പിടിയിലായ രണ്ടാനച്ഛൻ അഷ്കറിൻ്റെയും അമ്മ അഖിലയുടെയും നിരന്തര പീഡനത്തിനൊടുവിലാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. മർദ്ദനമോ പൊള്ളലോ ഏൽക്കാത്ത ഒരു ഭാഗവും ശരീരത്തിലില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ ഉണ്ടായ മുറിവും ചതവുകളുമാണ് അതിലേറെ. അപ്പം കഴിഞ്ഞ 3 മാസത്തിനിടെ ഉണ്ടായ മുറിവും ചതവുകളുമൊക്കെയാണ് ആ കുഞ്ഞിനുണ്ടായത്. അപ്പം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവും ചതവൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. അപ്പം അത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾക്കിരയായാണ് ആ കുഞ്ഞ് അവസാനം മരിച്ചുപോയത്. എന്തായാലും രണ്ടാനച്ഛൻ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അയാൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ, അതിൻ്റെ പരമാവധി ശിക്ഷ അയാൾക്ക് ലഭിക്കുന്ന രീതിയിൽ അല്ലെ, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ കുഞ്ഞ് അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല ഈ ശിക്ഷാ നടപടികളെങ്കിലും നമ്മുടെ നിയമ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തന്നെയാണ്. കുട്ടിയുടെ ശരീരത്തിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളൊക്കെ കണ്ടു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഞ്ചിന്റെ ഭാഗത്ത് വലിയൊരു മുറിവുണ്ട്. ജനനേന്ദ്രിയത്തിലെ തൊലി 2ആയി കീറിയ നിലയിലായിരുന്നു. പാദങ്ങൾക്കിടയിലെ തൊലി ആകെ പൊള്ളി നിൽക്കുന്ന നിലയിലായിരുന്നു. 2 കക്ഷങ്ങൾക്കിടയിൽ പോലും പൊള്ളിച്ച പാടുകൾ ഉണ്ടായിരുന്നു. പഴയ പാടുകളും കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം വേദന ആ ഒരു 1.5 വയസ്സായ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ചു എന്നുള്ളത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തെ ആകെ ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനോട് കാണിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്, അതിന് എന്ത് ന്യായീകരണമാണ് അതിന് നൽകാൻ കഴിയുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇത്തരത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള അല്ലെങ്കിൽ ക്രൂരതകൾ ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാണ്. അതിനെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പുറത്തു വരാൻ ആ കുട്ടിയുടെ മരണം വരെ സമയമെടുത്തു എന്നുള്ളത് ഏറെ ദുഃഖകരമായ വാർത്ത. ഇത്രയൊക്കെ ആയിട്ടും ആരും ഇതിന് ഇപ്പോൾ ആ സ്ത്രീയുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടുകാർ അഷ്കർ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് മുന്നേ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം എത്തില്ലായിരുന്നു കാര്യങ്ങൾ. ആ കുട്ടി ഇത്രയും വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അഷ്കറിനെ കുറിച്ച് പറയുമ്പോഴുള്ള മറ്റൊരു കാര്യം, അദ്ദേഹം കൊടും കുറ്റവാളിയാണ്. ആദ്യ ഭാര്യ കോമയിലായി, സംസാരശേഷി നഷ്ടപ്പെട്ടു. അഷ്കറിന്റെ ആദ്യ ഭാര്യ പറയുന്ന ഒരു പ്രതികരണവും ഇന്നലെ മാധ്യമങ്ങൾ പുറത്ത് കൊണ്ടുവരികയുണ്ടായി. നെടുമങ്ങാട് പനവൂരിൽ 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ അഷ്കർ കൊടും കുറ്റവാളി. അഷ്കറിന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ ആദ്യ ഭാര്യ ആമിന കോമയിലായി. ഓർമ്മ തിരികെ കിട്ടിയെങ്കിലും സംസാരശേഷി വീണ്ടെടുക്കാനായില്ല. ഇപ്പോഴും മെഡിക്കൽ കോളേജ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയിലാണ്. സ്ത്രീധനത്തിന് വേണ്ടിയായിരുന്നു മർദ്ദനം. ചുവരിലും ക്ലോസറ്റിലും അടക്കം ആമിനയുടെ തല ശക്തമായി ഇടിച്ചു വേദനിപ്പിക്കുന്നത് പതിവായിരുന്നു. അയാളെ കുറിച്ച് ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് അദ്ദേഹം നിയമത്തിന് മുന്നിൽ വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് അപ്പം ഒരു പാവം പെൺകുട്ടിയുടെയും ഒരു പിഞ്ചു കുഞ്ഞിന്റെയും മരണത്തിനിടയാക്കിയ ഒരു ക്രൂരനായ അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളി തന്നെയാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ, അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ശിക്ഷാ നടപടികൾ തന്നെ അയാൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള സമൂഹം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. പല പെൺകുട്ടികളെ ഇതുപോലെ ഓൺലൈനായി അവരുടെ അടുത്ത് ഓൺലൈനായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രണയത്തിലാക്കുകയും അവർക്ക് ഇതുപോലെ ഇത്തരത്തിൽ ഇയാള് പല പെൺകുട്ടികളായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ഓൺലൈനായിട്ട് അവരായിട്ട് ബന്ധം പുതുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും കടുത്തൊരു നിയമ നടപടി തന്നെ ഈ ഒരു കുറ്റകൃത്യത്തിന് ലഭിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അതെ, അന്ന് അയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ടൈമിൽ നാട്ടുകാരുടെ പ്രതികരണവും
നമ്മൾ കണ്ടിരുന്നു. അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നിയമപരമായിട്ട് അതിന് അല്ലെങ്കിൽ ചില തെറ്റുകൾ ഉണ്ടെങ്കിലും ഒരു മാനുഷികപരമായിട്ട് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ് അല്ലെ, ഒരെണ്ണം കൊടുക്കണമെന്നുള്ളത് നമ്മളെല്ലാവരും. കമന്റ് ബോക്സിലായാലും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു RIP ആക്കേണ്ട വ്യക്തിയെ VIP ആക്കി കൊണ്ടുപോകുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പോലീസിന് അവരുടേതായ അല്ലെ ചുമതലകളുണ്ട്. അവർക്ക് ആ പ്രതിയെ സംരക്ഷിച്ചേ പറ്റൂ. കാരണം അയാൾക്ക് ശിക്ഷ നേടി കൊടുക്കണമെങ്കിൽ ആ പ്രതിയെ സംരക്ഷിച്ചേ പറ്റൂ. അത് അവരുടെ ജോലി മാത്രമാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലും ഉണ്ടാകാം അല്ലെ അയാൾക്കൊന്ന് കൊടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും കൃത്യമായ ശിക്ഷാ നടപടികൾ ഇതിന് സ്വീകരിക്കപ്പെടട്ടെ എന്ന് വേണം കരുതാൻ. ഇത് ആഭ്യന്തര വകുപ്പിന്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പ്രമുഖ കേസ് തന്നെയായിരിക്കും അല്ലേ അവര് ഭരണത്തിൽ വന്നതിന് ശേഷം. അപ്പം കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് നവീൻ ബാബുവിന്റെ മരണമാണ്. നേരെ അറിയാൻ CBI. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് 2024 ആ സംഭവം നടന്നത്. കണ്ണൂർ കളക്ടറേറ്റിലെ ADM നവീൻ ബാബുവിനെ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ നടത്തിയ യാത്രയപ്പ് യോഗത്തിൽ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത് നവീൻ ബാബുവിനെ മാനസികമായി തളർത്തിയിരുന്നു. ക്ഷണിക്കാതെ ദിവ്യ എത്തുകയും നവീൻ ബാബുവിനെതിരെ പ്രസംഗിക്കുകയുമായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെയാണ് താമസ സ്ഥലത്ത് നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതായിരുന്നു അന്ന് 2024 നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരം. ഇതേ തുടർന്നാണ് ഈ ഒരു PP ദിവ്യ നടത്തിയ ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹം മനം നൊന്ത് തൂങ്ങി മരിക്കുകയുണ്ടായത്. അപ്പോൾ ഇപ്പോൾ അതാ ആ ഒരു കേസ് CBIക്ക് വിട്ടുകൊടുക്കുകയാണ്. CBI ആണ് അതിന്റെ അന്വേഷണം തുടരുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തിന് 2024 ഒക്ടോബർ 15 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം ആ ഒരു കേസ് വീണ്ടും പുറത്തേക്ക് വരിക തന്നെയാണ്. എന്തായാലും നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് പല അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. പുള്ളി കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്ന് വേണം പറയാൻ. ഇപ്പൊ നവീൻ ബാബുവിന്റെ ആയാലും കുടുംബം അത്രയും വർഷം അവർ ആ നീതിക്ക് വേണ്ടി പോരാടുക തന്നെയായിരുന്നു. എന്തായാലും ആരുടെ പക്ഷത്താണ് നീതി എന്നത് CBI എന്തായാലും കണ്ടെത്തട്ടെ, കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് വേണം നമ്മൾ കരുതാൻ. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ബംഗാളിൽ തൃണമൂൽ നേതാക്കൾ അടിയോടടി എന്നുള്ളതാണ്. അതായത് പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ തുടരെ ആക്രമണം നടക്കുകയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയും MP-യുമായ അഭിഷേക് ബാനർജിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ മുതിർന്ന നേതാവും MP-യുമായ കല്യാൺ ബാനർജിയെ ആക്രമികൾ നടുറോഡിൽ തലയിടിച്ച് വീഴ്ത്തി. ചണ്ഡീതല പോലീസ് സ്റ്റേഷന് സമീപമാണ് ഈ സംഭവം. അറസ്റ്റിലായ തൃണമൂൽ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അനുയായികളൊപ്പം വന്ന കല്യാൺ ബാനർജിയെ ആക്രമികൾ മുദ്രാവാക്യം മുഴക്കി വളയുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ആക്രമിച്ച് നിലത്ത് വീഴ്ത്തുകയായിരുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ എന്തായാലും BJP ബംഗാളിൽ അധികാരത്തിൽ വന്നതോടെ തൃണമൂൽ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി തുടർച്ചയായി തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു അല്ലേ ബംഗാൾ ഭരിച്ചിരുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള. അപ്പോൾ എന്തായാലും അതിനുശേഷം ആദ്യമായിട്ടൊരു വൻ ഭൂരിപക്ഷത്തിൽ BJP അധികാരത്തിൽ വന്നതോടെ ഇപ്പോൾ കളികൾ മാറിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. വളരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അവിടുത്തെ BJP അഴിച്ചുവിടുന്നതെന്നുള്ളതാണ്. ഇപ്പം നേരത്തെ തന്നെ ആ തൃണമൂൽ കോൺഗ്രസ് അണികളെ പിടിച്ച് ജയിലിലാക്കിയിരുന്നു എന്നുള്ളത്. അപ്പം അത് ചോദിക്കാൻ പോയപ്പോഴാണ് ഇവരെ ആക്രമിച്ചത്. അപ്പോൾ എന്തായാലും രാഷ്ട്രീയ ചിത്രം, ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറി മറിയുമ്പോൾ അവിടെ മുൻപ് ആരാണോ ഭരണത്തിൽ ഇരുന്നത് അവർക്കെതിരെ വേട്ടയാടലുകൾ നടക്കുമെന്നുള്ളത് അല്ലെ ഒരു ചെറിയ തോതിലെങ്കിലും അതിപ്പോ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് വേണം അല്ലെ നമുക്ക് കരുതാൻ. കേസുകളെല്ലാം പുറത്തു വരുന്നു. ഇപ്പൊ തന്നെ ഈ നവീൻ ബാബുവിന്റെ കേസും അതിനൊരു ഉദാഹരണമായിട്ട് വേണം നമ്മൾ കരുതാൻ. ഇപ്പൊ എന്തായാലും ബംഗാളിൽ അതിന്റെ ഒരു ഒരു തീവ്ര രൂപത്തിലാണ് ഇത് നടക്കുന്നതെന്ന് വേണം പറയാൻ. ഇപ്പോൾ അതെ, ബംഗാളിൽ കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണെന്ന് വേണം നമ്മൾ കരുതാൻ. മറ്റൊരു വാർത്ത, ഖജനാവ് നിറയ്ക്കാൻ വിസ്മയ വഴി. ജീം ബൂംബ എന്ന് പറഞ്ഞിട്ട് കേരള കൗമുദിയിൽ പ്രധാന ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണിത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തിനെ കരകയറ്റാൻ ആദ്യ ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ വിസ്മയ വഴികൾ തുറക്കാൻ സാധ്യത. 19-നാണ് ബജറ്റ്. ധൂർത്തും വരുമാന ചോർച്ചയും തടഞ്ഞ് ഖജനാവ് നിറയ്ക്കുന്ന വഴികളാണ് തേടുന്നത്. ബജറ്റിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് ധനമന്ത്രി കൂടിയായ VD സതീശൻ പറഞ്ഞിരുന്നു.
അദ്ദേഹം ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖജനാവ് കാലിയാണ് എന്നൊരു കാര്യം. അപ്പൊ അത് നിറയ്ക്കാൻ വേണ്ടി അനാവശ്യ ചെലവുകളെല്ലാം കുറച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കുക എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ ചെലവുകളെല്ലാം കുറച്ച് ആ ഖജനാവ് നിറയ്ക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ. അതെ, അംഗനവാടിയിലെ ബിരിയാണി കുറച്ചെന്തായാലും ഖജനാവ് നിറയുന്നുള്ളത് ഉറപ്പാണ്. നികുതി വർധനവിന് സാധ്യതയില്ല. നികുതി വരുമാനം കാര്യക്ഷമമാക്കി നിലവിലെ 86,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടിയിൽ എത്തിക്കും. 1 ലക്ഷം കോടിയുടെ സ്വർണ്ണ വ്യാപാരം നടക്കുന്ന കേരളത്തിലെ സ്വർണ്ണ നികുതി ചോർച്ച തടഞ്ഞ് വരുമാനം 5 ഇരട്ടിയോളം വർദ്ധിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 19-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്തെല്ലാം മാറ്റങ്ങളാണ് അതിൽ കൊണ്ടുവരിക, എന്തെല്ലാം ഇതുവരെ നടന്നുകൊണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ അപ്പം നിർത്തും, എന്തെല്ലാം തുടങ്ങും എന്നുള്ളതൊക്കെ അന്നറിയാൻ പറ്റും. വരാനിരിക്കുന്ന എന്തായാലും വമ്പൻ ചെലവുകളാണ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ശമ്പള പെൻഷൻ പരിഷ്കരണം, ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര, 5 ലക്ഷം പലിശരഹിത ബിസിനസ് വായ്പ, വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സഹായം, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. ഇത്രയും ചെലവുകൾ വരാനിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവരപ്പോൾ ഇല്ലാതാക്കണം, ഇവരുടെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തെല്ലാം അവിടെ നിർത്തലാക്കണം എന്നുള്ളത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഇവരിനി നടപ്പിലാക്കൂ എന്നുള്ളത് നോക്കി കാണേണ്ട കാര്യമാണ്. അതെ, എന്തായാലും ഖജനാവ് നിറയ്ക്കുക എന്നുള്ളത് അത്ര അല്ലേ 5 വർഷമുണ്ട്. അപ്പം അതിനുള്ളിൽ ഖജനാവ് നിറയ്ക്കുക എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ ഖജനാവ് നിറച്ചിട്ട് അതിന്റെ അപ്പുറത്തേക്ക് വരുന്നത് അതിലേറെ ചെലവുള്ള കാര്യങ്ങളാണ്. ഇവരതിനെങ്ങനെ ബാലൻസ് ആക്കും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അതെ, എല്ലാ സർക്കാരും പറയാറുണ്ട് അവരുടെ ഖജനാവ് നിറയ്ക്കണം, അതുപോലെ തന്നെ വലിയ പദ്ധതികൾ നടത്തണം. ഇതൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പറഞ്ഞ പെരുന്നാളിനായാലും ക്ഷേമ പെൻഷൻ കയ്യിലെത്താത്ത ആദ്യ പെരുന്നാളാണ് ഇതെല്ലാം എന്നുള്ളതൊക്കെ. വിമർശനങ്ങൾ വന്നു തുടങ്ങി. ഇതിനെങ്ങനെ അവര് ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം ഖജനാവൊന്നും നിറച്ചില്ലെങ്കിൽ നിങ്ങൾ അല്ലെ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ ഒന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് താരങ്ങൾക്ക് പ്രതീക്ഷ അകലെ, സിന്തറ്റിക് ട്രാക്ക് നവീകരണം വൈകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അതായത് പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നവീകരണത്തിനുള്ള നിർമ്മാണം വീണ്ടും വൈകുന്നു. കഴിഞ്ഞ വർഷം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഏറെ താമസിച്ചാണ് നിർമ്മാണം തുടങ്ങിയത്. വേനൽക്കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കി അടുത്ത അധ്യയന വർഷം കായിക താരങ്ങൾക്കായി സജ്ജമാക്കാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. കനത്ത മഴ മൂലം സിന്തറ്റിക് പതിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കായിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച 7 കോടി രൂപ വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നത്. പക്ഷേ എങ്ങും എത്താതെ ഇരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പം നേരത്തെയൊക്കെ സ്പോർട്സ് വായിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് അത്ലറ്റുകൾ ഒരുപാട് നേട്ടങ്ങൾ കേരളത്തിന് വേണ്ടി നേടുന്നുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഈ ഒരു ജയം അവർക്ക് തുടരാനാവില്ല എന്ന് വേണം പറയാൻ. ഇപ്പം സിന്തറ്റിക് ട്രാക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്പോർട്സ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡേഷനാണ്. അപ്പം അതുപോലും നടത്താൻ നമ്മൾ വൈകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവ് തന്നെയായിട്ട് വേണം കരുതാൻ. അപ്പം സിന്തറ്റിക് ട്രാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ അത്ലറ്റുകൾക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ ഒരു മികവ് അവർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പം അവർക്ക് ഇപ്പം സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് ഈ ഓട്ടം അതുപോലെയുള്ള മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള ട്രാക്കുകൾ അല്ല എങ്കിൽ അത് അവരുടെ പെർഫോമൻസിനെ ബാധിക്കും. അത് ആത്യന്തികമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കായിക നേട്ടങ്ങളെ തന്നെയാണ് ആത്യന്തികമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുത്ത് പുതിയ ഗവൺമെൻറ് എന്തായാലും തീർച്ചയായിട്ടും അതിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള നടപടികൾ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു വാർത്ത, സ്കൂളുകളിലെ ഉച്ചഭക്ഷണം പ്രതിസന്ധിയിൽ. ഇന്ന് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വാണിജ്യവാതകത്തിന്റെ പ്രതിസന്ധി കുട്ടികളെയും വലയ്ക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു സ്കൂളുകളിലൊക്കെ വിറകടുപ്പും കാര്യങ്ങളും, ഇപ്പോൾ എല്ലാം ഏറെക്കുറെ ഗ്യാസ് അടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിസന്ധി ഇപ്പം ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും? ഹോർമൂസ് കടലിടുക്കിന്റെ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമാവാതെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഇവരതിനെ വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഇനി തീർച്ചയായിട്ടും. അത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കൊച്ചു കുരുന്നുകൾക്ക് അന്നത്തെ ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് ഗ്യാസ് കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പാചകവാതകം കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ടെത്താനുള്ള വഴികൾ തിരയുക, അല്ലെങ്കിൽ ഇപ്പോൾ വിറകടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ ആ മാർഗവും സ്വീകരിക്കുക. അപ്പം ഏത് മാർഗമായാലും കുട്ടികളുടെ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അത് നമുക്ക് മുടക്കാൻ
പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇന്നേ വരെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 മാസമായിട്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. കുട്ടികളുടെ ഭക്ഷണം നമ്മുടെ സ്കൂളിൽ നോക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്കൂളുകളിലേക്ക് പാചകവാതകം എത്തിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് മുൻകൂട്ടി കത്ത് നൽകിയിരുന്നു. 1-ാം തീയതിക്ക് മുൻപ് എത്തിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണ വിതരണം സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ തന്നെ കാര്യക്ഷമമായി നടക്കും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് അതിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം അത് എത്രത്തോളം അവർ നടപ്പിലാക്കുമെന്നൊക്കെ കണ്ടു തന്നെ അറിയാം. കാരണം കൊച്ചുകുട്ടികളുടെ ഭക്ഷണം നമ്മൾ മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ മാനസിക പീഡനത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ആരോപണ വിധേയരായ 3 പേരെയും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് മാനസിക പീഡനത്തെ തുടർന്ന് തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ചു. യുവതി തീവ്ര പരിചരണ വിഭാഗത്തിൽ ആണിപ്പോൾ ഉള്ളത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ ലിസിമോൾ ഫിലിപ്പ്, നഴ്സിംഗ് സൂപ്രണ്ട് നിഷ, നഴ്സ് അൽഫോൺസ എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 3-നോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി ഡ്യൂട്ടിയിലായിരുന്ന നഴ്സ് കടുത്ത മാനസിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. അപ്പോൾ എന്തായാലും ഈ തൊഴിലിടങ്ങളിലെ മാനസിക പീഡനം അല്ലെങ്കിൽ ശാരീരിക പീഡനം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് അല്ലേ. തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ എത്ര ഇതെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ കൃത്യമായിട്ടൊരു സുരക്ഷ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരിക്കലും അത് കൃത്യമായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല. ഇപ്പം നേഴ്സിംഗ് പോലെയുള്ള ഹൈലി ഭയങ്കര എപ്പോഴും തിരക്കുള്ളൊരു ജോലി മേഖലയിൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചൊരു നഴ്സിനെ അല്ലെ ഒരു രോഗി കുത്തി കൊന്നു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ അങ്ങനെ വന്നിരുന്നു. അപ്പം അവർ അത്രത്തോളം റിസ്ക് എടുത്താണ്, അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഓരോ നേഴ്സും അല്ലെങ്കിൽ ഓരോ ഡോക്ടറും അവരുടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ കൂടെയുള്ളവർ തന്നെ ഇത്തരത്തിൽ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് അവരെ ഇരയാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അപലപിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തൊടുപുഴയിലുള്ള സ്മിത ഹോസ്പിറ്റലിലുള്ള ആ ഒരു നേഴ്സ് ആത്മഹത്യക്ക് ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇനി കൂടുതൽ തുടരന്വേഷണം നടത്തി വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ മൂലമോ അല്ലെങ്കിൽ അവരുടെ മാനസിക പീഡനങ്ങൾ മൂലമോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. കാരണം ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിലെ വേർതിരിവുകൾ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ഉണ്ടാക്കുന്ന കളിയാക്കലുകൾ, തൊഴിലിടങ്ങളിലെ മാനസിക പീഡനങ്ങൾ ഒന്നും തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഒരു വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാറ്റപ്പെടേണ്ടതാണ്. അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് പതിയെ കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ കടുംകൈകളിലേക്ക് ആൾക്കാരെ നയിക്കുമെന്ന് വേണം പറയാൻ. മറ്റൊരു വാർത്ത, ഇറാൻ കരാറിൽ ട്രംപിന് അതൃപ്തി. ആദ്യം ഭേദഗതി ഒപ്പിടുന്നത് പിന്നെ. ട്രംപ് ഒരു തരത്തിലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന് പറഞ്ഞ രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകരാജ്യങ്ങളെ ഒട്ടാകെ അദ്ദേഹത്തിന്റെ ഈ കടുംപിടുത്തം വലച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇറാനുമായുള്ള വെടിനിർത്തൽ 60 ദിവസത്തേക്ക് കൂടി നീട്ടാനുള്ള ഇടക്കാല കരാർ അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിന്റെ വ്യവസ്ഥകളിൽ നിരവധി ഭേദഗതികൾ വരുത്തണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചത് ഇറാന്റെ ആണവ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിലൊരു തീരുമാനമില്ലാതെ ഈ ഒരു ഭേദഗതിയിൽ ഒപ്പിടുന്നത് മുന്നോട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US-ന് എപ്പോൾ എങ്ങനെ നൽകുമെന്നതടക്കം കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇറാൻ ഇതിനോടൊട്ട് യോജിക്കുന്നുമില്ല. ഇവർ തമ്മിലുള്ള ഈ ഒരു കടുംപിടുത്തം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ഇതിനൊരു തീരുമാനമില്ലാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതെ, എന്തായാലും ട്രംപ് ഒരു ദിവസം എണീക്കുമ്പോൾ പുള്ളിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മൊത്തം യുദ്ധത്തിന് തയ്യാറല്ല. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടുന്ന ദിവസമാണെങ്കിൽ പുള്ളി പറയാം ഇന്ന് വേണമെങ്കിൽ യുദ്ധം നിർത്താം, ഇനി തൊട്ട് ഞാൻ കരാറി ഒപ്പിടാം. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ചിട്ട് ഉപ്പ് കുറഞ്ഞാൽ പുള്ളി വീണ്ടും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ കുറെ ദിവസമായി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു. യുദ്ധം ഇന്ന് നിൽക്കും നാളെ നിൽക്കും അല്ലെങ്കിൽ ഇന്ന് ഒപ്പിടും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നു, അതോടൊപ്പം തന്നെ നിരാശയും കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. കൃത്യമായിട്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്, പുള്ളി എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ്. ഇപ്പം ഇറാനും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ ഇയാളിത് എന്താണ് കാണിക്കുന്നതെന്ന്. ഇപ്പൊ യുദ്ധം തുടങ്ങി വെച്ചത് അബദ്ധമായോ എന്ന് അവർക്കും തോന്നുന്നുണ്ടാകാം എന്ന് വേണോ കരുതാൻ. ഇനിയുള്ള വാർത്ത എന്ന് പറയുന്നത് CBSE വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച രാഹുൽ എന്നുള്ളതാണ്. നമുക്കറിയാം CBSE അല്ലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരുന്നു. അപ്പം അതിനൊക്കെ
കൃത്യമായിട്ട് കേന്ദ്രത്തിലുള്ള പ്രതിപക്ഷം ഇടപെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൻ്റെ പിഴവിൻ്റെ ഇരകളായി അപമാനിക്കപ്പെട്ട വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉത്തരക്കടലാസിലെ പിഴവ് എക്സിൽ പങ്കുവച്ചതിന് പാകിസ്ഥാനി എന്നും ഭീകരനെന്നും പഴികേട്ട വേദാന്ത് അടക്കമുള്ള വിദ്യാർത്ഥികളുമായി സംവാദം നടത്തുകയായിരുന്നു അദ്ദേഹം. എൻ്റെ സഹദേശവിരുദ്ധ സൊറോജ് ഏജൻറ്റുമായി ഒരു സംഭാഷണം എന്ന കുറിപ്പോടെയാണ് രാഹുൽ അത് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും CBSEയിൽ ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ളൊരു ഇത് തന്നെയാണ്, ഒരു ചോർച്ച അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പിഴവ് തന്നെയാണെന്ന് വേണം കരുതാൻ. അപ്പോൾ നീറ്റിൽ നമുക്ക് എങ്ങനെയാണോ ഒരു ചോർച്ച ഉണ്ടായത് അതുപോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പിഴവ് തന്നെയാണ് CBSE മാർക്കിംഗ് ഇടുന്നതിലും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൽ പ്രതിപക്ഷം ഇടപെട്ട് രാഹുൽ ഗാന്ധി എന്തായാലും അതിന് ആ കുട്ടികളുമായിട്ട് സംവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിഴവ് ചൂണ്ടിക്കാണിച്ച വിദ്യാർത്ഥികൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടന്നത്. അവരെ പാകിസ്ഥാനികളെന്നും അല്ലെങ്കിൽ അവരെ ദേശദ്രോഹികളെന്നും ഒക്കെ വിളിച്ച് വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവർക്കെതിരെ നടന്നത്. അപ്പോൾ എന്തായാലും അത്തരം സാഹചര്യങ്ങളെല്ലാം അവർക്കൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ കേന്ദ്രത്തിലെ പ്രതിപക്ഷം എത്തിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അവരുമായിട്ട് കൃത്യമായിട്ട് സംവദിച്ച് അതിനു വേണ്ടിയിട്ടുള്ള അഡ്വക്കേറ്റ് നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രഷർ ചെയ്യാമെന്നുള്ള ഉറപ്പും ഈ ഒരു സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. മറ്റൊരു വാർത്ത, വൈദ്യുതി വാങ്ങലിലെ അധിക ബാധ്യതയാണ് ജൂണിൽ 2 പൈസ സർചാർജ്. KEB ഏപ്രിലിൽ വൈദ്യുതി വാങ്ങിയതിന്റെ അധിക ബാധ്യത നികത്താൻ ഉപഭോക്താക്കളിൽ നിന്ന് ജൂണിലെ ബില്ലിൽ യൂണിറ്റിന് 2 പൈസ വീതം സർചാർജ് ഈടാക്കും. ഏപ്രിലിൽ കേരളത്തിന് പുറത്തുള്ള വിവിധ ഉൽപ്പാദകരിൽ നിന്ന് വൈദ്യുതി വാങ്ങിയ ഇനത്തിലെ അധിക ബാധ്യത 5.48 കോടി രൂപയാണ്. മാർച്ചിൽ വൈദ്യുതി വാങ്ങിയതിന്റെ അധിക ബാധ്യതയായ 1.19 കോടി സമാഹരിക്കാൻ മെയ് മാസത്തെ ബില്ലിൽ യൂണിറ്റിന് 1 പൈസ വീതമായിരുന്നു സർചാർജ്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പവർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സർക്കാരിനെതിരെ ആ സമയം ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയമാണ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടായത്. അതുമൂലമാണ് ഇങ്ങനൊരു അധിക ബാധ്യത വന്നത്. എന്നാൽ മെയ് മാസത്തിൽ 1 പൈസയായിരുന്നു സർചാർജ്. എന്നാൽ ആ ഒരു ബാധ്യത നികത്താനാണ് ഇപ്പൊ ജൂൺ മുതൽ 2 പൈസയാക്കി സർചാർജ് ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും അതും ജനങ്ങളുടെ പിടലിക്ക് തന്നെയാണെന്ന് വേണം പറയാൻ. എന്തായാലും ഇതും പെട്ടെന്ന് പരിഹരിച്ച് വീണ്ടും സർചാർജ് 1 പൈസ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. മറ്റൊരു വാർത്ത കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. അതായത് പെട്രോൾ ഡീസൽ കയറ്റുമതി തിരിവ് കുറച്ച് കേന്ദ്രം. പശ്ചിമേഷ്യൻ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഇന്ധന കയറ്റുമതിക്ക് രാജ്യം ഏർപ്പെടുത്തിയ അധിക തിരിവ് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പുതുക്കിയ നിരക്കുകൾ 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പെട്രോളിന്റെ കയറ്റുമതി തിരിവ് ലിറ്ററിന് 3 രൂപയിൽ നിന്ന് 1.5 രൂപയാക്കി മാറ്റും. ഡീസലിൻ്റേത് ലിറ്ററിന് 16 രൂപയിൽ നിന്ന് 13.5 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിൽ 16 രൂപയിൽ നിന്ന് ലിറ്ററിന് 9.5 രൂപയായി കുറയും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. ഒരു കയറ്റുമതി തീരുവ എന്തായാലും കുറച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും ജനങ്ങൾക്കിതൊരു വലിയ ആശ്വാസമാകുമെന്നാണ് കരുതുന്നത്. മറ്റൊരു വാർത്ത ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ടാണ്. സർക്കാരിൻ്റെ അവരുടെ നയങ്ങളിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു പെൺകുട്ടികൾക്ക് 3 ദിവസം വരെ ആർത്തവാവധി എടുക്കാം എന്നുള്ള കാര്യം. എന്നാൽ ആർത്തവാവധി നിർബന്ധിച്ചെടുപ്പിക്കില്ലെന്ന് മന്ത്രി ഷംസുദ്ദീൻ പറഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 3 ദിവസം ആർത്തവാവധി നൽകുന്നതിൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന് പരാതി ഉണ്ടെങ്കിലും പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പൊതു നിർദ്ദേശമായി ഉയർന്നു വന്ന വിഷയം സർക്കാർ പരിഗണിച്ചു എന്നേ ഉള്ളൂ. ആർത്തവ സമയത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും അവരെ ക്ലാസുകളിൽ പങ്കെടുപ്പിക്കാൻ നിർബന്ധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീ സമൂഹത്തിൽ നിന്ന് തന്നെ ഒത്തിരി വിമർശനങ്ങൾ ഇതിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പെൺകുട്ടി ഇങ്ങനെ ആർത്തവാകുന്ന കാര്യം എല്ലാവരും അറിയുന്നു, അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ക്ലാസ്സുകൾ അവർക്ക് കൊടുക്കും? അപ്പോൾ ഈ ആർത്തവമായിട്ടുള്ള പെൺകുട്ടികൾക്ക് അപ്പോൾ പരീക്ഷയിൽ അങ്ങനെ വന്ന അവർക്ക് പ്രത്യേകം പരീക്ഷ കൊടുക്കുമെന്ന രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ പല ആളുകളും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരിക്കലും നിർബന്ധിച്ച് എടുപ്പിക്കില്ല. അവർക്ക് അത്തരം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വമേധയാ എടുക്കാം എന്ന രീതിയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് എന്തായാലും ഇങ്ങനെ ഇത്തരത്തിൽ ലീവ് എടുക്കുമ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ എക്സ്ട്രാ ക്ലാസ് വെക്കുന്നു, അതിനെ ബാലൻസ് ചെയ്യുന്നൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു, ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളതൊക്കെ നോക്കിക്കാണാം. ഇപ്പോൾ അടുത്തത് നമുക്ക് കാലാവസ്ഥാ വാർത്തകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകും എന്നുള്ള വിവരമാണ് വരുന്നത്. അതായത് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്
നൽകിയിട്ടുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ ബുധനാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ജൂൺ 5 വരെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജൂൺ 4 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇപ്പം മഴ മുന്നറിയിപ്പിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പത്തനംതിട്ടയിലും ആലപ്പുഴയും കോട്ടയവും എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ എന്തായാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴ ഇനി അങ്ങോട്ട് മഴ സമയമായിരിക്കും അല്ലേ. ഇനി അങ്ങോട്ട് ശക്തമായ മഴയ്ക്കായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മഴയോടും ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് മഴ സീസൺ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ മഴ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷയും നമ്മൾ മുൻകരുതലായിട്ട് എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ബിസിനസ് വാർത്തകളിലേക്ക് പോവാം. അടിപതറി റബ്ബർ, കുരുമുളകിനും ക്ഷീണം. റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ച റബ്ബർ വില അപ്രതീക്ഷിതമായി നിലംപൊത്തി. RSS4 റബ്ബർ ബോർഡ് വില 254 രൂപയും വ്യാപാര വില 246 രൂപയുമാണ്. ആദ്യമായാണ് ഒരു വാരത്തിൽ റബ്ബർ വിലയിൽ ഇത്രയേറെ ഇടിവുണ്ടാകുന്നത്. അന്താരാഷ്ട്ര വില കുറയുന്നതിനാൽ ടയർ വ്യവസായികൾ വിട്ടുനിന്നതാണ് തിരിച്ചടിയായത്. റബ്ബർ ഉൽപാദനം നടപ്പു വർഷം കുത്തനെ കൂടുമെന്ന് ബോർഡ് കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് റബ്ബർ വില കൂടിയെന്നൊരു വാർത്ത ഉണ്ടായിരുന്നത്. എന്നതാ അടിക്കടി അത് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഒരു ദിവസമേ കൂടി നിന്നുള്ളൂ. ഒരു ദിവസം ആശ്വാസം നൽകാനേ റബ്ബറിന് കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും റബ്ബർ പഴയ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സമയത്ത് വലിയൊരു നാണ്യവിളയായിട്ട് നിന്നിരുന്നൊരു ഇതായിരുന്നു റബ്ബർ അല്ലേ. അതിനുശേഷം ഇത്രയും വലിയൊരു പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുക എന്ന് പറയുന്നത് ഇപ്പം തന്നെ നമുക്ക് ഈ കൊല്ലം ആ ഭാഗങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ തോട്ടങ്ങൾ കാണാം. അപ്പം അത്രയും പൈസ മുടക്കി അത്രയും വലിയ രീതിയിൽ റബ്ബർ കൃഷി നടത്തുന്ന കർഷകർക്ക് തീർച്ചയായിട്ടും ഇതൊരു അടി തന്നെ ആയിരിക്കും എന്ന് വേണം കരുതാൻ. ഇപ്പൊ കുരുമുളകിന്റെ കാര്യത്തിലും ആയിക്കോട്ടെ, കുരുമുളക് വില കഴിഞ്ഞ വാരം കിലോയ്ക്ക് 5 രൂപയായിട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഈ ഒരു വിലയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെല്ലാം കർഷകരെ ഏറെ ബാധിക്കുന്നു എന്ന് വേണം കരുതാൻ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ വേണം ധനകാര്യ വിസ്മയം എന്നുള്ള വാർത്തയാണ്. അതായത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ചരിത്രപരമായ ഭൂരിപക്ഷത്തോടെയാണ് അധികാരമേറ്റിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് കേരള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി കോർത്തിണക്കാൻ ഇത് സഹായിക്കുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതിയുഗ കേരളം എന്ന കാഴ്ചപ്പാടും കേരളത്തിലെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും ശരിയായ ദിശയിലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളർച്ചയോടൊപ്പം സാമൂഹിക നീതിയും ഉറപ്പാക്കുകയാണ് നാടിന് ആവശ്യം. പക്ഷേ ഖജനാവിൻ്റെ സ്ഥിതിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വി ഡി സതീശൻ തന്നെയാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി അല്ലേ, ധനകാര്യവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തായ്വാൻ മോഡൽ, അയർലൻഡ് മോഡൽ തുടങ്ങിയിട്ടുള്ള രീതികളൊക്കെ ഇതിൽ ഈ പ്രതിസന്ധി, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സ്വീകരിക്കുന്നുണ്ട്. 1970കളിലും 80കളിലും കടുത്ത പ്രതിഭാചോർച്ച നേരിട്ട രാജ്യമാണ് തായ്വാൻ. 20% ബിരുദധാരികളും ഉപരിപഠനത്തിനായി വിദേശങ്ങളിലേക്ക് പോയൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളം നോക്കിയാലും ഈ ഒരു ഇതേപോലൊരു സിറ്റുവേഷൻ ആണല്ലേ. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ UK ലണ്ടനിലേക്കും ഒക്കെ കുടിയേറി പാർക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെതിരെ എന്താ പറയുന്ന അതിന് ഒരു പ്രതിവിധി കൊണ്ടുവരിക എന്നുള്ളത് എന്തായാലും തായ്വാൻ മോഡൽ തീർച്ചയായിട്ടും അദ്ദേഹം അവലംബിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയർലൻഡ് മോഡൽ, അതായത് 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു അയർലൻഡ്. തങ്ങളുടെ തുറമുഖങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയും കോർത്തിണക്കി വിദേശ നിക്ഷേപം ആകർഷിച്ചാണ് അവർ പ്രതിസന്ധിയെ അതിജീവിക്കുകയും പിന്നീട് വലിയ തോതിൽ അഭിവൃദ്ധിപ്പെടുകയും ചെയ്തത്. അപ്പോൾ 2008 നമുക്കറിയാം ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോകം ഒട്ടാകെ പടർന്നു പിടിച്ചിരുന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമായിരുന്നു അയർലൻഡ് എന്ന് പറയുന്നത്. പിന്നെ അവർ തിരിച്ചു വന്ന കഥ എന്ന് പറയുന്നത് അവരുടെ തുറമുഖങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയും കോർത്തിണക്കിയിട്ടുള്ള ഒരു പദ്ധതിയിലൂടെയാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ എന്തായാലും അത്തരം പദ്ധതികളിലും കേരളം ഏറ്റെടുക്കും, അല്ലെങ്കിൽ കേരളം അത് കോപ്പി ചെയ്യുമെന്നുള്ളതാണ് വി ഡി സതീശൻ നൽകുന്ന ഉറപ്പ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നടക്കട്ടെ അല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടന്ന് തീർച്ചയായിട്ടും കേരളം നിറയ്ക്കാനുള്ള, അത് ബാലൻസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതികളെല്ലാം നടപ്പിലാവട്ടെ. കേരളത്തിനൊട്ടാകെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്തായാലും. അതെ, അങ്ങനെയൊക്കെ ഉണ്ടായി. എന്തായാലും കേരളം അഭിവൃദ്ധിപ്പെടട്ടെ. വി ഡി സതീശൻ കേരളത്തിൻ്റെ പൂക്കി മന്ത്രിയായി ഇരിക്കട്ടെ. ഇനി നമ്മൾ സ്പോർട്സ് വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നലെ IPL ഫൈനലായിരുന്നു.
അത് തന്നെയാണ് ഇന്നത്തെ മെയിൻ സ്പോർട്സ് വാർത്ത. നമ്മൾ പറയേണ്ട ഏക സ്പോർട്സ് വാർത്തയും അത് തന്നെയാണ്. ഒരേ ഒരു വാർത്ത അത് തന്നെയാണ്. അതായത് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. തുടർച്ചയായ 2ാം വട്ടം കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നീണ്ടുനിന്ന കളിയാക്കലുകൾക്കും പുച്ഛങ്ങൾക്കും ഒടുവിൽ ബാംഗ്ലൂരിനും കപ്പ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫാൻസുകാർക്ക് ചായക്കപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയില്ല. ഇനിയിപ്പോൾ IPL കപ്പ് വെച്ച് തന്നെ അവർക്ക് ആശ്വസിക്കാമെന്ന് വേണം പറയാൻ. അത് ഇന്നലെ നടന്നത് വളരെ വലിയ പോരാട്ടം തന്നെയായിരുന്നു. ഫൈനലിൽ ബംഗളൂരു ഗുജറാത്തിനെ 5 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം. വിരാട് കോഹ്ലി 42 പന്തിൽ 75 റൺസുമായിട്ട് കളിയിലെ ടോപ്പ് സ്കോററായി. ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ടീം ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ റോയൽ ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ്. IPL ക്രിക്കറ്റിലെ തുടർച്ചയായ 2ാം കിരീടം നേടിയതോടെ ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് എന്നിവരുടെ നേട്ടത്തിനൊപ്പം എത്തി ബംഗളൂരു. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ബംഗളൂരു കിരീടം നിലനിർത്തിയത്. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു ഒരു നേട്ടം തന്നെയാണെന്ന് വേണം കരുതാൻ. അവർ കളിയിലുടനീളം അല്ലെങ്കിൽ ഈ ഒരു IPL മത്സരങ്ങളിലുടനീളം കീപ്പ് ചെയ്ത ഒരു ഫോമിനും അതുപോലെ തന്നെ ഒരു പ്രൊഫഷണലിസത്തിനും തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം എന്നോണം വേണം ഈ ഒരു കപ്പ് അവർക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ IPL ഫൈനൽ അവാർഡുകൾ വാരിക്കൂട്ടി സൂര്യവംശി. നമുക്ക് ഉറപ്പായിരുന്നു ഒരുപാട് അവാർഡുകളും ഒരുപാട് അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് ഈ IPL സീസൺ കഴിയുമ്പോൾ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അത്രയും മികച്ച രീതിയിലായിരുന്നു അദ്ദേഹം ബാറ്റിംഗ് ഓരോ മത്സരത്തിലും പുറത്തെടുത്തത്. അപ്പോൾ എന്തായാലും മുതിർന്ന കായിക താരങ്ങളെല്ലാം മാറ്റി നിർത്തി അദ്ദേഹം മികച്ച പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത്. എല്ലാവരും ഭയക്കുന്ന ബുംറയുടെ ഫസ്റ്റ് ബോൾ പോലും അടിച്ച് 6 പറത്തി. അപ്പോഴാണ് അത്രയും മികച്ച ഒരു കളിക്കാരൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയെന്നറിയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. എന്തായാലും അതുപോലെ തന്നെ ബംഗളൂരുവിന് 20 കോടിയാണ് IPL ഫൈനൽ ബംഗളൂരു ജയിച്ചതോടെ ബംഗളൂരു ടീമിന് ലഭിക്കുന്നത് 20 കോടി രൂപയാണെന്നുള്ള വാർത്തയും വരുന്നുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറെക്കുറെ എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട്. നാളെ എന്തായാലും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നാളെ വരുന്നതായിരിക്കും.